മന്ത്രി മോൻസ് ജോസഫാണ് നമ്മോടൊപ്പം ഉള്ളത്. സത്യപ്രതിജ്ഞ കഴിഞ്ഞ് മണിക്കൂറുകളായതേ ഉള്ളൂ. അദ്ദേഹം നമ്മോടൊപ്പം കുറച്ചു നേരം സംസാരിക്കാനായിട്ട് തിരക്കിനിടയിൽ നമ്മോടൊപ്പം വന്നിട്ടുണ്ട്. ശ്രീ മോൻസ് ജോസഫ്, വളരെ സന്തോഷകരമായിട്ടുള്ള സത്യപ്രതിജ്ഞാ ചടങ്ങ് കഴിഞ്ഞു. നമ്മളിപ്പോൾ ഇരിക്കുന്ന MLA ഹോസ്റ്റലാണ്, മന്ത്രി വീട്ടിലേക്ക് മാറും. ഇപ്പോൾ നിറയെ ആളുകളെ കണ്ടുകൊണ്ടിരിക്കുകയായിരുന്നു. വളരെ സന്തോഷകരമായ സമയം അല്ലേ? തീർച്ചയായിട്ടും. കാരണം ഇത് കേരളത്തിൽ ജനാഭിലാഷത്തിൻ്റെ ഒരു പ്രതിഫലനമാണ് ഇന്നത്തെ സത്യപ്രതിജ്ഞാ ചടങ്ങ്. മുഖ്യമന്ത്രി ശ്രീ VD സതീശൻ നയിക്കുന്ന UDF സർക്കാർ ജനങ്ങളുടെ ഒരു സംഭാവനയാണ് എന്ന് തെളിയിക്കുന്നതായിരുന്നു യഥാർത്ഥത്തിലുള്ള ഇന്നത്തെ ചടങ്ങുകളെല്ലാം. അതുപോലൊരു ജനപങ്കാളിത്തം കേരളത്തിൻ്റെ ചരിത്രത്തിൽ നടന്ന ഏറ്റവും കൂടുതൽ ജനപങ്കാളിത്തത്തോടെ നടന്ന സത്യപ്രതിജ്ഞാ ചടങ്ങ് ഇന്നത്തേതാണെന്നുള്ള സംശയം. വളരെ വളരെ സന്തോഷത്തോടു കൂടി UDF പ്രവർത്തകരും UDF പ്രവർത്തകർ അല്ലാത്ത ആളുകളും ഒക്കെ വോട്ട് ചെയ്തിട്ടുണ്ടാക്കിയ സർക്കാരാണ്. വലിയ പിന്തുണ 102 സീറ്റ് എന്നത് കുറേയേറെ അത്ഭുതകരമാണ്. കാര്യങ്ങളിൽ പറയേണ്ടതില്ല. പക്ഷേ എങ്കിലും അതോട് നീതി പുലർത്തുന്ന വിധത്തിൽ തന്നെ മന്ത്രിസഭയിലെ പ്രാതിനിധ്യമാണെങ്കിലും സത്യപ്രതിജ്ഞാ ചടങ്ങിൻ്റെ ഒരു പ്രത്യേകതകളാണെങ്കിലും ഒക്കെ വിന്യസിക്കാൻ പറ്റി അല്ലേ? തുടക്കം തീർച്ചയായിട്ടും എല്ലാ പരമാവധി കാര്യങ്ങളെല്ലാം തൃപ്തികരമായി പരിഹരിച്ച് നല്ലൊരു തുടക്കത്തിനുള്ള ഒരു അവസരം ഉണ്ടായെന്നുള്ളത് പ്രധാനപ്പെട്ട കാര്യമാണ്. ഏത് കാര്യങ്ങളുടെയും തുടക്കം ഒരു ഐശ്വര്യമാണല്ലോ. അപ്പോൾ ആ നിലയിൽ ഇന്നത്തെ സത്യപ്രതിജ്ഞാ ചടങ്ങ് തന്നെ ഒരു ഭംഗിയായി മനോഹരമായി നടന്നു എന്നൊരു സംതൃപ്തി അത് എല്ലാവർക്കും ഉണ്ട്. അതിലുപരിയായി അതിനുശേഷം നടന്ന മന്ത്രിസഭാ യോഗം, ആ മന്ത്രിസഭാ യോഗം കേരളത്തിലെ ജനങ്ങളെ ചേർത്ത് പിടിച്ചുള്ളൊരു ഭരണമാണ് കേരള UDF ഇവിടെ നടപ്പാക്കാൻ പോകുന്നത് എന്ന് എല്ലാവർക്കും ബോധ്യപ്പെടുന്ന വിധത്തിൽ നമുക്ക് ആദ്യത്തെ ക്യാബിനറ്റ് തന്നെ നടന്നു എന്നുള്ളതാണ്. 2, വാഗ്ദാനങ്ങൾ പാലിക്കുന്ന സർക്കാരാണ്. ടീം UDF എന്ന് മുദ്രാവാക്യവുമായി കേരളം മുഴുവൻ ക്യാമ്പയിൻ ചെയ്ത് മന്ത്രിസഭയിലേക്ക് എത്തിക്കാൻ ജനങ്ങൾ അനുഗ്രഹിച്ചപ്പോൾ ജനങ്ങളോട് പറഞ്ഞ വാക്ക് പാലിക്കുന്നതിന്, ഓരോ വിഭാഗങ്ങളോടും പറഞ്ഞ വാക്ക് പാലിക്കുന്നതിന് മുഖ്യമന്ത്രിയും സർക്കാർ UDFും ഒറ്റക്കെട്ടായി കൂടെ നിൽക്കുമെന്ന് തെളിയിക്കുന്ന നിലപാടുകളും തീരുമാനങ്ങളുമാണ് ഇന്നലെ. പ്രത്യേകിച്ചും ഈ 5 ഗ്യാരണ്ടി കൂടുതൽ 3 പ്രഖ്യാപിച്ചു. പ്രത്യേകിച്ചും ഈ ആശാ സമരക്കാരൊക്കെ വലിയ തോതിൽ ചർച്ചയായിരുന്നു. പക്ഷേ ആദ്യ മന്ത്രിസഭായോഗത്തിൻ്റെ ആദ്യത്തെ പ്രധാനപ്പെട്ട പ്രഖ്യാപനം തന്നെ അതായി. അപ്പോൾ സ്വാഭാവികമായിട്ടും ഇത് തന്നെ മുന്നോട്ട് കൊണ്ടുപോകും, ഇങ്ങനെ ജനങ്ങൾക്കൊപ്പം വാഗ്ദാനങ്ങൾ പാലിച്ചുകൊണ്ടുള്ളത് എന്നതിൻ്റെ സൂചനയായിട്ടുണ്ട് അല്ലേ? സൂചനയായിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ടാണല്ലോ ഇപ്പോൾ ആശാ വർക്കർമാരോട് നമുക്കൊരു വലിയ കടപ്പാടുണ്ടായിരുന്നു. കാരണം അവരെ കാണാൻ പോലും ഞങ്ങൾക്ക് നിയമസഭയിൽ പല പ്രാവശ്യം പ്രതിപക്ഷ നേതാവായിരിക്കുന്ന VD സതീശൻ്റെ നേതൃത്വത്തിൽ ഞങ്ങൾ എത്രയോ പ്രാവശ്യം ആവശ്യപ്പെട്ടു. ഒന്ന് ഒരു മാന്യമായൊരു ചർച്ചയിലൂടെ അവർ കേൾക്കുക, പറ്റുന്നത് ചെയ്യുക. ആ നിലയിൽ പറഞ്ഞിട്ട് അവരെ കാണാനോ ചർച്ചയ്ക്കൊന്നും സർക്കാർ തയ്യാറായില്ല. എല്ലാം പ്രഹസനങ്ങളായിരുന്നു. പിന്നെ ഒരു വെല്ലുവിളിയായിരുന്നു, അവരെ അടിച്ചമർത്തുക. അപ്പം അങ്ങനെ വരുന്ന കേരളത്തിലെ ജനങ്ങളല്ല എല്ലാവരും, അവരും ജനങ്ങളാണ് വോട്ട് ചെയ്ത് ഏത് ഗവൺമെൻറ്റിനെയും കൊണ്ടുവരുന്നത്. അങ്ങനെ അവർ ചിന്തിച്ചില്ല. അപ്പോൾ UDF വാക്ക് കൊടുത്തു. ആ വാക്ക് പാലിക്കുന്ന വിധത്തിലാണ് ഇന്നത്തെ. പക്ഷേ അത് ചെയ്തപ്പം ആശാ വർക്കർമാരുടെ വാക്ക് കൊടുത്തത്. എങ്കിലും മുഖ്യമന്ത്രി ശ്രീ VD സതീശൻ തന്നെ പറഞ്ഞു, നമ്മൾ ഇതുപോലെ തന്നെ ദുർബലമായി നിൽക്കുന്ന വിഷമിക്കുന്ന മറ്റു ജനവിഭാഗം, അംഗൻവാടി ടീച്ചർമാർ, അതുപോലെ തന്നെ പാചകത്തൊഴിലാളികൾ, പ്രീ പ്രൈമറി ടീച്ചേഴ്സ്, അവരോടൊപ്പം നിൽക്കുന്ന ഇങ്ങനെയുള്ള എല്ലാവർക്കും 1000 രൂപയുടെ വർധനവ്, അവരും വിഷമിക്കുന്ന എല്ലാവരും സർക്കാരിൻ്റെ പരിഗണനയിലുണ്ട് എന്നൊരു സന്ദേശം ആദ്യ ദിവസം തന്നെ നമ്മൾ കൊടുത്തു കഴിഞ്ഞു. അത് ആശാ വർക്കർമാരുടെയും ഇപ്പം ഒരു തുടക്കം മാത്രമാണ്. അവർക്ക് കൂടുതൽ തുക കൊടുക്കേണ്ടതായിട്ടുണ്ട്. ഇന്ന് കേരളത്തിൽ സാമ്പത്തിക മേഖല തകർത്ത് തരിപ്പണാക്കിയിട്ടിരിക്കുകയാണ്. ഇടതുപക്ഷ മുന്നണി ഇറങ്ങിപ്പോകുമ്പോൾ ഉള്ളൊരവസ്ഥ എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും അറിയാം. അപ്പോൾ അതുകൊണ്ട് അതിനൊരു ധവളപത്രം ഉൾപ്പെടെ പുറപ്പെടുവിക്കാനും എന്താണ് കേരളത്തിൻ്റെ യഥാർത്ഥ സാമ്പത്തിക സ്ഥിതി എന്ന സത്യം പുറത്തു കൊണ്ടുവരാനും ഇന്നത്തെ മന്ത്രിസഭാ യോഗം സുപ്രധാനമായ തീരുമാനമെടുത്തു. അപ്പോൾ അതിൽ പെട്ടെന്ന് നടക്കുന്ന കാര്യങ്ങൾ ഒറ്റയടിക്ക് നടക്കില്ല. എങ്കിലും വാക്ക് പാലിച്ചുകൊണ്ട് നല്ല തുടക്കം, ബാക്കിയുള്ളവരെ കൂടി പരിഗണിക്കും എന്നുള്ള സന്ദേശം. ഇപ്പോൾ തുടക്കം നന്നായി എന്ന് പറയുമ്പോൾ സ്വാഭാവികമായിട്ടും ജനം കൂടുതൽ പ്രതീക്ഷിക്കും. ഇപ്പം നമ്മൾ സാമ്പത്തികാവസ്ഥ തകർന്നിരിക്കുകയാണെന്ന് പറയുന്നു. പക്ഷേ അതേസമയം തന്നെ നമ്മൾ ജൂൺ 15 മുതൽ പിന്നെ സ്ത്രീകൾക്ക് ഫ്രീ ആയിട്ടുള്ള യാത്രയടക്കം കൊടുക്കേണ്ടതുണ്ട്. അപ്പോൾ സ്വാഭാവികമായിട്ടും ഇത്തരം കാര്യങ്ങളെല്ലാം പാലിക്കാനും കേരളത്തെ ആകെ മുന്നോട്ട് കൊണ്ടുപോകാനുള്ള ഒരു സാമ്പത്തികാവസ്ഥയിലേക്ക് എത്തുക കൂടെ വേണ്ടേ? നമ്മുടെ അടിത്തട്ട് ഖജനാവ് കാലിയായിട്ടിരിക്കുകയാണെന്ന് പറയുന്നു. അപ്പോൾ സ്വാഭാവികമായിട്ടും പണം കൂടുതൽ വേണം. താനും എങ്ങനെ കൈകാര്യം ചെയ്യുന്നത്? തീർച്ചയായിട്ടും അതൊരു വലിയ പ്രശ്നമാണ്. അപ്പോൾ അത് UDF അതിനെ അഡ്രസ്സ് ചെയ്യാനായി മുൻകൂട്ടി തന്നെ ആലോചനകൾ നടത്തിയിട്ടുണ്ട്. സാമ്പത്തിക പ്രതിസന്ധിയുടെ നടുവിൽ നട്ടം തിരിഞ്ഞു നിൽക്കുന്ന കേരളത്തിൽ വേണം ഈ കാര്യങ്ങളൊക്കെ ചെയ്യാൻ. പറഞ്ഞ കറക്റ്റാണ്. അപ്പോൾ അതിലേക്ക് വരുന്നതിന് വേണ്ടി, പക്ഷേ അതിൻ്റെ പേരിൽ കാര്യങ്ങളെല്ലാം നമ്മൾ തള്ളിക്കളഞ്ഞിട്ടോ നിസ്സഹായ അവസ്ഥയിൽ കൈമലർത്തി കാണിച്ചിട്ടോ കാര്യമുണ്ട്. ഇവരെല്ലാം തകർത്തിട്ടിരിക്കുകയാണ്, ഞങ്ങളെക്കൊണ്ട് കഴിയില്ല അല്ല, ഞങ്ങളെക്കൊണ്ട് കഴിയുമെന്ന് തെളിയിക്കുന്നതാണ് കാര്യം. അപ്പം ഈ പ്രതിസന്ധിയെ മറികടക്കുക എന്നുള്ളതാണ്.
അപ്പോൾ ആദ്യം ചെയ്യേണ്ടത് ഇവർ തകർത്ത് തരിപ്പണമാക്കിയ കേരളത്തിന്റെ ചിത്രം എന്താണ്, അത് ജനങ്ങൾ അറിയണമല്ലോ. അതാദ്യം ജനങ്ങളുടെ മുമ്പിൽ കൊണ്ടുവരിക. 2, പരിഹാര നടപടികളിലൂടെ എങ്ങനെ കേരളത്തിന്റെ സാമ്പത്തിക അവസ്ഥ മെച്ചപ്പെടുത്താൻ കഴിയും. ഒരു കാര്യത്തിൽ എനിക്ക് സന്തോഷമുണ്ട്, കേരളത്തിന്റെ മുഖ്യമന്ത്രിയായിരിക്കുന്ന ശ്രീ വി ഡി സതീശൻ കേരളം കാണാൻ പോകുന്ന ഏറ്റവും നല്ല ധനകാര്യമന്ത്രി കൂടിയായിരിക്കും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല. അദ്ദേഹം ധനകാര്യ വകുപ്പ് കൈകാര്യം ചെയ്യാൻ ഏറ്റവും എക്സ്പെർട്ടായിട്ടുള്ള ഒരു നിയമസഭാംഗമാണ്. ഇപ്പം മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് വന്നപ്പോൾ മനോഹരമായി അക്കാര്യങ്ങൾ അദ്ദേഹം ചെയ്യും എന്ന വിശ്വാസം ഞങ്ങൾക്ക് എല്ലാവർക്കും നമുക്ക് എല്ലാവർക്കും ഉണ്ട്. ആ നിലയിൽ തീർച്ചയായിട്ടും അദ്ദേഹത്തിന് തന്നെ നല്ല കാഴ്ചപ്പാടുണ്ട്. ഇതിൽ പരിഹാര നടപടികൾ സംബന്ധിച്ച് ഇന്ന് മന്ത്രിസഭാ യോഗം ഒരു ജസ്റ്റ് തുടക്കത്തിലൊരു ആലോചനയുള്ളൂ. വിശദമായ പരിശോധനയിലേക്കും വിശദമായ തീരുമാനങ്ങളിലേക്കും വരും ദിവസങ്ങളിൽ വരും. അപ്പൊ അതുകൊണ്ട് പരിഹാരത്തിന് വേണ്ടിയുള്ള ഈ സാമ്പത്തിക സ്ഥിതി മറികടക്കാൻ കഴിയുന്ന എന്താണ് പുതിയ സോഴ്സസ്, ജനങ്ങളെ ദ്രോഹിക്കാതെ എങ്ങനെ സാമ്പത്തിക അവസ്ഥ മെച്ചപ്പെടുത്താൻ കഴിയും, അച്ചടക്കം പാലിച്ചുകൊണ്ട് നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തിക്കൊണ്ടുള്ളത് ഒരു ഭാഗത്ത്, മറുഭാഗത്ത് പുതിയ സാമ്പത്തിക സാധ്യതകളിലേക്ക് നമ്മൾ കടക്കണം. അതിനുള്ള വഴികൾ തുറക്കും. തീർച്ചയായിട്ടും ആ പ്രതിസന്ധിയെയും കേരളം അതിജീവിക്കുന്നതായിരിക്കും UDF ഭരണത്തിന്റെ ഏറ്റവും പ്രധാന നേട്ടം. അതിന്റെ വിശദാംശങ്ങൾ നമുക്ക് പിന്നീടുള്ള അഭിമുഖങ്ങളിലൊക്കെ പോകാം. ഇപ്പോൾ നമുക്ക് അതിലേക്ക് പോകേണ്ട കാര്യമില്ല. അപ്പോൾ വി ഡി സതീശൻ മുഖ്യമന്ത്രിയാണ്, അദ്ദേഹമാണ് ഈ തെരഞ്ഞെടുപ്പിലേക്ക് നയിച്ചത്. അദ്ദേഹത്തിൻ്റെ ഒരു പ്രത്യേകതയായിട്ട്, അദ്ദേഹത്തിൻ്റെ നേതൃത്വത്തിൻ്റെ ഒരു സവിശേഷതയായിട്ട് ഈ വിജയത്തിലേക്കും ഇനി അങ്ങോട്ടുള്ള കേരളത്തിൻ്റെ മുന്നോട്ട് പോക്കിലേക്കും നയിക്കുന്ന ഒരു പ്രധാനപ്പെട്ട ഘടകം അദ്ദേഹത്തിൻ്റെ ആ ശേഷികളൊക്കെ ആയിരിക്കുമല്ലോ. അപ്പോൾ അതിനെ എങ്ങനെയാണ് താങ്കളൊരു രാഷ്ട്രീയ നേതാവ്, സഹപ്രവർത്തകൻ എന്ന നിലയിൽ വിലയിരുത്തുന്നത്? തീർച്ചയായിട്ടും കേരള രാഷ്ട്രീയത്തിലെ പുതിയ തലമുറയിൽ നിന്ന് വളർന്നു വന്ന നേതാക്കന്മാരിൽ ഏറ്റവും നല്ല ദീർഘവീക്ഷണവും കാഴ്ചപ്പാടുമുള്ള വ്യക്തമായ നിലപാടുകളുള്ള വളരെ കരുത്തോടെ രാഷ്ട്രീയ രംഗത്ത് മുന്നോട്ട് പോകാൻ കഴിയുന്ന ശക്തനായ ഒരു നേതാവാണ് വി ഡി സതീശൻ എന്ന കാലം തെളിയിച്ചിട്ടുണ്ട്, അദ്ദേഹം തെളിയിച്ചിട്ടുണ്ട്. അതൊരു വസ്തുതയാണ്. പക്ഷെ ഒരു കാര്യം, അത് അദ്ദേഹത്തിൻ്റെ ത്യാഗപൂർണമായ അല്ലെങ്കിൽ കഠിനാധ്വാനത്തിലൂടെ അദ്ദേഹം ആർജിച്ചെടുത്ത ഒരു കരുത്താന്നുള്ള വിഷയമില്ല. അദ്ദേഹത്തിൻ്റെ വായനയും പഠനങ്ങളും ഓരോ മേഖലയിലുള്ള എല്ലാ രംഗങ്ങളിലെയും സാധ്യതകളെ കണ്ടെത്താൻ വേണ്ടിയുള്ള പരിശ്രമങ്ങളും ഒക്കെ തീർച്ചയായിട്ടും ഈ കാര്യങ്ങൾക്കെല്ലാം നേട്ടം പകരുന്ന കാര്യമാണ്. എന്നാൽ അതോടൊപ്പം തന്നെ ഇതൊരു ടീം UDFന്റെ വിജയമാണെന്ന് അദ്ദേഹം തന്നെ ആവർത്തിച്ച് പറയുന്നുണ്ട്. ഒറ്റയ്ക്കൊരാൾ നേതൃത്വം കൊടുക്കുന്നു എന്നുള്ള പ്രധാനപ്പെട്ട ഒരു കാര്യം തന്നെയാണ്. ലീഡർഷിപ്പിന്റെ ക്വാളിറ്റി നമുക്കൊരു ഗുണം ചെയ്യുന്ന ഒന്നാമത്തെ കാര്യമാണല്ലോ. എന്നാൽ എല്ലാവരെയും ചേർത്ത് പിടിച്ചൊരു വലിയ കഠിനാധ്വാനത്തിലൂടെ ടീം സ്പിരിറ്റോടെ വർക്ക് നടത്തി നമ്മൾ കടക്കാൻ കഴിയില്ല എന്ന് പറഞ്ഞ ഒരു കടമ്പ കടക്കുകയാണ്. അത് വലിയ ജനമുന്നേറ്റമായി മാറുകയാണ്. അപ്പൊ അതിലേക്ക് നയിക്കാൻ വി ഡി സതീശന് കഴിഞ്ഞു എന്നുള്ളത് പ്രധാനപ്പെട്ട കാര്യം. 2, UDFിലെ എല്ലാ നേതാക്കളെയും എല്ലാ കക്ഷികളെയും ചേർത്ത് പിടിച്ച് അക്ഷരാർത്ഥത്തിൽ ആ ടീം UDF എന്ന് പറയുന്ന നിലയിൽ മുന്നോട്ട് പോകാൻ കഴിഞ്ഞു എന്നുള്ളത് തീർച്ചയായിട്ടും അത് പ്രധാനപ്പെട്ട നേട്ടങ്ങളിൽ ഒന്നായി തന്നെ കാണാം. നിശ്ചയമായിട്ടും. പ്രത്യേകിച്ചും അദ്ദേഹത്തിൻ്റെ ആദ്യത്തെ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞല്ലോ, അതായത് ഇപ്പോൾ 60 വർഷങ്ങൾക്ക് ശേഷമാണ് ഒന്നാകെ എല്ലാവരും സമ്പൂർണ്ണ മന്ത്രിസഭ അങ്ങനെ തന്നെ അധികാരത്തിലേക്ക് വരുന്നത്, സത്യപ്രതിജ്ഞ ചെയ്യുന്നത്. അപ്പോൾ ആദ്യഘട്ടത്തിൽ അത് വളരെ പോസിറ്റീവായിട്ട് നിൽക്കുള്ള വിസിബിളാണ്. ഇപ്പം UDFന്റെ അനുഭാവികളൊന്നും അല്ലാത്ത ആളുകൾക്കാണെങ്കിൽ പോലും കേരളത്തിലെ രാഷ്ട്രീയം ശ്രദ്ധിക്കുന്ന ആളുകൾക്ക് വളരെ സന്തോഷകരമായുള്ള കാര്യമാണ്. പക്ഷേ UDF ആയതുകൊണ്ട് ഇതിങ്ങനെ തന്നെ മുന്നോട്ട് പോകുമോ, കോൺഗ്രസിനകത്ത് പരസ്പരം പ്രശ്നങ്ങൾ ഉണ്ടായില്ലേ എന്നൊക്കെ സംശയിക്കുന്ന ആളുകളുണ്ട്. അങ്ങനെ സംശയിക്കേണ്ടതുണ്ടോ? അല്ല, അത് ജനാധിപത്യ പാർട്ടികൾ, ജനാധിപത്യ കക്ഷികൾ എന്ന് പറയുമ്പോൾ സ്വാഭാവികമായിട്ട് അത്തരത്തിലുള്ള കുറേ ബുദ്ധിമുട്ടുകൾ വരും. അതിലിപ്പോൾ ഇത് ഏകാധിപത്യമല്ലല്ലോ, ജനാധിപത്യമാണ്. അപ്പം ജനാധിപത്യത്തിൻ്റെ ഭാഗമായി തീർച്ചയായിട്ടും ഇതൊരു പാർട്ടി മാത്രമല്ല, ഒരുപാട് പാർട്ടികൾ. അപ്പം ഒരു പാർട്ടിയുടേതായിട്ടുള്ള അഭിപ്രായങ്ങളും അവരുടെ അഭിപ്രായ പ്രകടനങ്ങളും ഇതെല്ലാം സംഭവിക്കും. മുന്നണി എന്ന നിലയിൽ വിവിധ പാർട്ടികളുടെ വരും. അപ്പോൾ ഇതെല്ലാം ചേർന്ന് പോകുന്നതിനിടയിലാകുമ്പോൾ പല സ്വാഭാവികമായി നാച്ചുറലായി സംഭവിക്കുന്നതാണ്. സ്വാഭാവികമായിട്ടുള്ള പലതരത്തിലുള്ള സാഹചര്യങ്ങൾ വന്നേക്കാം. പക്ഷെ ഒരു കാര്യമുണ്ട്, അങ്ങനെയൊക്കെ സംഭവിക്കുന്ന ഒരു ജനാധിപത്യത്തിൻ്റെ ഭാഗമാണെങ്കിലും രാഷ്ട്രീയത്തിൻ്റെ ഭാഗമാണെങ്കിലും അതെല്ലാം പരിഹരിച്ച് എല്ലാം ഒറ്റക്കെട്ടായി മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയുമെന്നുള്ളതാണ്. നമ്മുടെ മുന്നോട്ട് പോക്കിനെ തടസ്സപ്പെടുന്ന വിധത്തിലേക്ക് അത് വരും. മുന്നോട്ട് പോക്കിനെ തടസ്സപ്പെടുത്തുന്ന വിധത്തിൽ ഇതൊന്നും വരില്ല എന്നുള്ളത് ഇപ്പോൾ തന്നെ തെളിയിച്ചല്ലോ. എല്ലാ കാര്യങ്ങളും പരിഹരിച്ചുകൊണ്ടാണല്ലോ. എല്ലാം പരിഹരിക്കാൻ കഴിയില്ല എങ്കിലും ഒരു ഭൂരിപക്ഷം വിഷയങ്ങളും പലതരത്തിലുള്ള ബുദ്ധിമുട്ടുകളും ഒക്കെ പല മേഖലകളിൽ എല്ലാം ഞങ്ങൾക്ക് എല്ലാവർക്കും പല കാര്യങ്ങളും പറയാനുണ്ടാവും. പക്ഷെ അതെല്ലാം ഒന്ന് മാറ്റിവെച്ച് ഈ ടീം UDF എന്ന കാര്യത്തിന് വേണ്ടി ജനങ്ങൾ തന്ന ഈ വലിയ വിധിയെഴുത്തിൻ്റെ മുമ്പിൽ അല്ലെങ്കിൽ ജനങ്ങളുടെ വലിയൊരു അനുകൂല നിലപാടിൻ്റെ മുമ്പിൽ നമ്മളിപ്പോൾ അത് യോജിച്ച് നിന്ന് സർക്കാർ രൂപീകരണവും ഭരണവും മുന്നോട്ട് കൊണ്ടുപോവുക എന്ന ഒന്നാമത്തെ കാര്യത്തിന് തന്നെ പ്രയോറിറ്റി കൊടുത്തു.
ഇപ്പം നമ്മൾ അങ്ങ് നിൽക്കുക. അപ്പം മുന്നോട്ടും അത് തന്നെ കൊണ്ടുപോകും. എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ സ്വാഭാവിക സംഭവിച്ചാൽ പരിഹരിക്കാവുന്നതും. ശരി. ഇപ്പോൾ താങ്കളുടെ പാർട്ടിയാണെങ്കിലും UDF-ലെ ഏറ്റവും അവിഭാജ്യമായിട്ടുള്ള ഏറ്റവും പ്രധാനപ്പെട്ട നേതാവായിരിക്കുന്ന PJ ജോസഫ് ഇരിക്കുന്ന പാർട്ടിയാണ്. വലിയ മുന്നേറ്റമാണ് ഇത്തവണ ഉണ്ടാക്കിയത്. വലിയ 8-7 വിജയിച്ചു. അപ്പോൾ സ്വാഭാവികമായിട്ടും താങ്കളുടെ പാർട്ടിക്ക് കിട്ടേണ്ടുന്ന പ്രാതിനിധ്യം തന്നെ മന്ത്രിസഭയിൽ കിട്ടി എന്ന അഭിപ്രായമാണോ പാർട്ടിക്ക് പൊതുവിലുള്ളത്? ഇല്ല, ഞങ്ങൾക്ക് അതിനകത്ത് കിട്ടേണ്ട പ്രാതിനിധ്യം ലഭിച്ചിട്ടില്ല എന്നുള്ളത് എല്ലാവരും വിലയിരുത്തിയൊരു വസ്തുതയാണ്. ഞങ്ങൾ അതിനു വേണ്ടിയുള്ള ശ്രമം നടത്തിയിരുന്നു. 2 മന്ത്രിസ്ഥാനം ലഭിക്കുക എന്നതായിരുന്നു പാർട്ടിയുടെ ആവശ്യം. കഴിഞ്ഞ UDF മന്ത്രിസഭ, ഉമ്മൻചാണ്ടി സാർ നേതൃത്വം കൊടുത്ത UDF മന്ത്രിസഭയുടെ സമയത്ത് ഐക്യ കേരള കോൺഗ്രസ് ആയിരുന്നു. പക്ഷേ MLA-മാർ 9 ഉള്ളായിരുന്നു. ആ ഐക്യ കേരള കോൺഗ്രസിന് 2 മന്ത്രിയും ഒരു ചീഫ് വിപ്പും ഉണ്ടായിരുന്നു. ഇപ്പം MLA-മാർ സത്യത്തിൽ 9 ഉണ്ടെന്ന് തന്നെ പറയാം. കാരണം ഞങ്ങൾക്ക് 7 MLA-മാർ ജയിച്ചു. ഭാഗ്യവശാൽ അത് കോൺഗ്രസും കൂടെ ചേർന്ന് മുസ്ലിം ലീഗ് ടീം UDF-ന്റെ വിജയത്തിന്റെ അഭാവമാണ്. അപ്പോൾ കോൺഗ്രസിന്റെ ജയിച്ചിരിക്കുന്നതിൽ ഞങ്ങളുടെയും പങ്കുണ്ട്, ഞങ്ങൾ ജയിച്ചിരിക്കുന്നതിൽ അവരുടെ പങ്ക് തീർച്ചയായിട്ടും ഉണ്ട്. ഇതെല്ലാം ചേർന്നിട്ടാണ്. എങ്കിലും 10 സീറ്റാണ് പാർട്ടിയുടെ അടിസ്ഥാന സീറ്റ്. കേരള കോൺഗ്രസിന് എല്ലാ കാലത്തും 10 സീറ്റാണ്. അപ്പം 10 സീറ്റിൽ ഞങ്ങൾ ഇപ്രാവശ്യം 2 സീറ്റ് കോൺഗ്രസുമായിട്ടുള്ള ഉഭയകക്ഷി ചർച്ചയിൽ വിട്ടുകൊടുത്തു. അത് ഒരു പരിധി വരെ അങ്ങനെ ഒരു നിലപാടെടുത്തത് UDF-ന്റെ തലങ്ങളിൽ ആവശ്യമായി വന്നപ്പോൾ കോൺഗ്രസ് പാർട്ടി ഞങ്ങളുടെ ഒരു വിട്ടുവീഴ്ച ചെയ്തതിനെക്കുറിച്ച് പറഞ്ഞപ്പോൾ ഞങ്ങൾ ആ ഒരു വിട്ടുവീഴ്ച ചെയ്തു. ഞങ്ങൾ വിട്ടുകൊടുത്ത ഇടുക്കിയും ഏറ്റുമാനും വേണം കേരള കോൺഗ്രസ് മത്സരിച്ചാലും ഇപ്രാവശ്യത്തെ തെരഞ്ഞെടുപ്പിൽ ജയിക്കാൻ കഴിയും എന്നാണ് ഞങ്ങളുടെ വിശ്വാസം. അപ്പം അതിൽ തർക്കത്തിലേക്ക് പോകുന്നില്ല. അതല്ല, അപ്പം ഫലത്തിൽ 9 തന്നെ ജയിച്ചു എന്ന് വേണേൽ പറയാം. 7 ജയിച്ചു. അപ്പോൾ 9ന്റെ ശോഭയോടെയാണ് നമ്മുടെ 7 ജയിച്ചിരിക്കുന്നത്. അപ്പം ഞങ്ങൾക്ക് 2 മന്ത്രിസ്ഥാനം അർഹതപ്പെട്ടതായിരുന്നു എന്നതായിരുന്നു പാർട്ടി. പക്ഷേ എങ്കിലും അവസാനം അത് പ്രായോഗികമായ പല വൈഷമ്യങ്ങളും കോൺഗ്രസ് ലീഡർഷിപ്പ് പറഞ്ഞപ്പോൾ KPCC പ്രസിഡന്റും മറ്റു ഭാരവാഹികളും പ്രത്യേകിച്ചും മുഖ്യമന്ത്രി ആകാൻ പോകുന്ന VD സതീശനുമൊക്കെ അതിൻ്റെ പ്രായോഗിക വൈഷമ്യങ്ങൾ ചൂണ്ടിക്കാണിച്ചപ്പോൾ PJ ജോസഫ് സാറിനെ പോലെയുള്ള സീനിയറായ UDF-ന്റെ ആദ്യത്തെ കൺവീനർ, UDF-ലെ ഏറ്റവും മുതിർന്ന നേതാവ് എന്നൊക്കെയുള്ള നിലയിൽ എല്ലാവരും ആദരിക്കപ്പെടുന്ന അദ്ദേഹത്തിൻ്റെ നേതൃത്വത്തിലുള്ള കേരള കോൺഗ്രസ് പാർട്ടിക്ക് 2 ലഭിക്കും എന്നെല്ലാവരും കരുതി എന്നുള്ള വസ്തുതയാണ് ഞങ്ങളും പ്രതീക്ഷിച്ചു. അവസാനം വരെ അതിനുവേണ്ടി നിലകൊള്ളുകയും ചെയ്തു. അത് ലഭിക്കാതെ വന്നപ്പോൾ ഞങ്ങൾ പിന്നെ ഒരു അസ്വസ്ഥത പ്രകടനമായി ഈ മന്ത്രിസഭാ രൂപീകരണത്തിൻ്റെ തുടക്കഘട്ടത്തിൽ ശോഭ കെടുത്തുന്ന കാര്യത്തിലേക്ക് പോകണ്ട, സീറ്റ് വിട്ടുകൊടുക്കുന്ന കാര്യം വന്നപ്പോഴും ഞങ്ങൾ അങ്ങനെ നിലപാടെടുത്തു. മുന്നണിയുടെ ഐക്യത്തിന് വേണ്ടി അവിടെ വിജയത്തിന് വേണ്ടിയിട്ടുള്ള ശ്രമത്തിൻ്റെ കാലഘട്ടമാണ് എന്ന നിലയിലേക്ക് വന്നപ്പോൾ കാര്യം പാർട്ടിക്ക് 8 സീറ്റ് മത്സരിക്കേണ്ടി വന്നതിൽ വിഷമമുണ്ടായിരുന്നു. പക്ഷെ ഇന്ന് 7 ജയിച്ചപ്പോൾ ഞങ്ങൾക്ക് അത് വലിയ സന്തോഷമായിട്ട് മാറി. UDF-നും അത് അഭിമാനമായി. മറ്റൊരു കേരള കോൺഗ്രസ് ഇല്ലാതായതുപോലെ നിൽക്കുകയാണ്. രാഷ്ട്രീയമായിട്ട് അവർക്കൊരു വലിയ പരാജയം തന്നെ നേരിടേണ്ടി വന്നു. പല കേരള കോൺഗ്രസും നിയമസഭയിൽ പ്രാവശ്യം പ്രാതിനിധ്യമില്ല. അങ്ങനെ നിൽക്കുമ്പോഴാണ് കേരള കോൺഗ്രസിൻ്റെ ഒരു ഒന്നാമത്തെ കേരള കോൺഗ്രസ്സായി ജോസഫ് സാറിൻ്റെ പാർട്ടി കേരള കോൺഗ്രസ് പാർട്ടി മുന്നോട്ട് വരുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും ഞങ്ങൾക്ക് കുറച്ച് ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടായെങ്കിലും ഞങ്ങളതെല്ലാം ഒരു ആശയടക്കം പോലെ അല്ലെങ്കിൽ ഒരു ആത്മസംയമനത്തോടെ ഇപ്പം ഞങ്ങൾ ആ വിഷയങ്ങളെ മാനേജ് ചെയ്തു. UDF-ന്റെ പൊതു താല്പര്യം ക്ലെയിം നിലനിൽക്കുകയാണ്. UDF-ന്റെ പൊതു താല്പര്യത്തിന് വേണ്ടി ഞങ്ങൾ സഹകരിച്ചു. ഒരു മന്ത്രിയും ഒരു ഗവൺമെൻറ് ചീഫും എന്നത് വെച്ച് ഞങ്ങൾ ആ വിഷയം സെറ്റ് ചെയ്യും. ഇതിപ്പോൾ പാർട്ടിക്കകത്ത് ഒരു തലമുറ മാറ്റം എന്ന് പറയാവുന്ന വിധത്തിൽ ജോസഫ് സാറിൻ്റെ മകൻ തന്നെ വന്ന് മത്സരിക്കുകയും ജയിക്കുകയൊക്കെ ചെയ്യുന്ന സാഹചര്യം ഉണ്ടായി. പക്ഷേ മന്ത്രി എന്നത് വരുമ്പോൾ മുതിർന്ന ആളായിട്ടുള്ള മോൻസ് ജോസഫിലേക്ക് തന്നെയാണ് കാര്യങ്ങൾ എത്തിയത്. അപ്പോൾ പാർട്ടിക്കകത്ത് ആ തരത്തിലുള്ള ആന്തരികമായ ജനാധിപത്യം ഉണ്ടെന്നാണോ ജനം മനസ്സിലാക്കേണ്ടത്? തീർച്ചയായിട്ടും ഉണ്ടല്ലോ. PJ ജോസഫ് സാറിന് ഇപ്പം മകനെ രാഷ്ട്രീയത്തിൽ കൊണ്ടുവന്ന് MP ആക്കാനോ MLA ആക്കാനൊക്കെ ആണെങ്കിൽ എത്രയോ കാലം മുമ്പേ നടന്നേ. അങ്ങനെ പല നേതാക്കളും ചെയ്തിട്ടുണ്ടല്ലോ. എന്നാൽ PJ ജോസഫ് സാറിന് ഇപ്രാവശ്യവും പാർട്ടി അദ്ദേഹം മത്സരിക്കാൻ തയ്യാറായിരുന്നെങ്കിൽ അദ്ദേഹം തന്നെ മത്സരിക്കട്ടെ എന്ന നിലപാടാണ് ഞങ്ങൾക്ക് എല്ലാവർക്കും ഉണ്ടായിരുന്നത്. പാർലമെൻറ്റ് തിരഞ്ഞെടുപ്പിൽ കോട്ടയത്ത് വന്നപ്പോഴും ജോസഫ് സാറ് മത്സരിക്കാൻ തയ്യാറുണ്ടെങ്കിൽ സാർ മത്സരിക്കുന്നതിനെക്കുറിച്ച് ചർച്ച ചെയ്തിരുന്നു. സാറ് പറഞ്ഞു അതിലേക്ക് പോകുന്നില്ല. ഇപ്രാവശ്യം നിയമസഭാ തിരഞ്ഞെടുപ്പിൻ്റെ ഘട്ടം വന്നപ്പോൾ ലാസ്റ്റ് സന്ദർഭത്തിൽ ഞങ്ങൾ പറഞ്ഞു സാറ് മത്സരിക്കാൻ ആഗ്രഹിക്കുന്നുണ്ട്, സാറിന് നിൽക്കാൻ എന്താ തടസ്സം? സാറാണ് പാർട്ടിയുടെ ലീഡർ. പക്ഷെ സാറാണ് പറഞ്ഞത്, സാറ് പറഞ്ഞു ഇപ്രാവശ്യം മത്സരരംഗത്ത് നിന്ന് മാറി നിൽക്കുന്നു എന്നൊരു നിലപാട് അദ്ദേഹം എടുത്തു. സ്വാഭാവികമായും PJ ജോസഫ് സാർ പടുത്തുയർത്തിയ തൊടുപുഴയുടെ വികസനവും തൊടുപുഴയെ കേരളത്തിലെ ഏറ്റവും വലിയ വികസിത പട്ടണമാക്കി മാറ്റിയ ഒരു വലിയ വികസന നായകനായിട്ടാണ് ജോസഫ് സാറിനെ കാണാൻ കഴിയും. അപ്പോൾ അദ്ദേഹം പടുത്തുയർത്തിയ ആ ഒരു തൊടുപുഴയുടെ വികസന മുന്നേറ്റം തുടർന്നു കൊണ്ടുപോകുന്നതിന് വേണ്ടി ഇപ്പം സാറിൻ്റെ മോനെന്ന നിലയിലല്ല, പാർട്ടിയുടെ സ്റ്റേറ്റ് കോർഡിനേറ്ററായി ഇപ്പം ഞാൻ കഴിഞ്ഞ ഒരു 10 വർഷക്കാലമായി അബു ജോൺ ജോസഫ് പ്രവർത്തന രംഗത്ത് പാർട്ടിയോടൊപ്പം ചേർന്ന് വിവിധ ഘട്ടങ്ങളിലൂടെ മുന്നോട്ട് പോയിട്ടുള്ള ആളാണ്. നമ്മുടെ മീഡിയ IT ആൻഡ് പ്രൊഫഷണൽ വിഭാഗത്തിൻ്റെ ഭാരവാഹിത്വം ആദ്യം എടുത്തു. യൂത്ത് ഫ്രണ്ടിൻ്റെ ചാർജ് വഹിച്ചുകൊണ്ട് മുന്നോട്ട് പോയി. കഴിഞ്ഞ പാർട്ടി ഇലക്ഷനിൽ പാർട്ടിയുടെ സ്റ്റേറ്റ് കോർഡിനേറ്ററായി വന്നു. അപ്പോൾ അതെല്ലാം ഗ്രാജുവലായി വന്ന സ്വാഭാവികമായ കാര്യങ്ങളാണ്. അങ്ങനെ വന്ന് ഇപ്പോൾ ഒരു മത്സരരംഗത്തേക്ക് വരാൻ അദ്ദേഹം യോഗ്യനാണ്
എന്ന് തെളിയിക്കപ്പെട്ട് നിൽക്കുന്ന ഒരു ഘട്ടത്തിൽ, ജോസഫ് സാർ മാറി നിൽക്കുന്ന ഒരു സന്ദർഭത്തിൽ തൊടുപുഴയിൽ അബു ജോൺ ജോസഫ് കാൻഡിഡേറ്റ് ആകുന്ന വിധത്തിലുള്ള സാഹചര്യം ഉണ്ടായത് തികച്ചും നാച്ചുറലായി സംഭവിച്ച കാര്യമാണ്. അപ്പോൾ അതിലൂടെ വന്നപ്പോൾ ജനങ്ങൾ കൊടുത്ത ഭൂരിപക്ഷം എത്രയാണ്? ജനങ്ങൾ കേരളത്തിലെ ഏറ്റവും വലിയ ഭൂരിപക്ഷത്തോടെയാണ് അബു ജോൺ ജോസഫിനെ വിജയത്തിലേക്ക് കൊണ്ടുവരുന്നത്. അപ്പോൾ അതുകൊണ്ട് തീർച്ചയായിട്ടും അങ്ങനെ ഒരു അപ്പോൾ അധികം പ്രവർത്തന രംഗത്തേക്ക് കടന്നു വരാൻ അവസരം തന്നു. ഞാനിപ്പോൾ MLA എന്ന നിലയിൽ ജോസഫ് സാറിനോടൊപ്പം എല്ലാ കാലത്തും അടിയുറച്ചു നിന്ന് പോന്നിട്ടുള്ള ഒരു പാർട്ടി ഭാരവാഹിയാണ്. ഇപ്പോൾ 96 ആദ്യം എനിക്ക് മത്സരിക്കാൻ പി ജോസഫ് സാർ തന്നെയാണ് ആദ്യത്തെ ഇപ്പോൾ അബു ജോൺ ജോസഫിനെ കൊടുത്തതുപോലെ അതെ സീറ്റ് തരുന്നു, എന്നെ മത്സരിപ്പിക്കുന്നു. അപ്പോൾ അങ്ങനെ മത്സരരംഗത്ത് 96 മുതൽ ഇപ്പോൾ 2026 വരുമ്പോൾ 6 ടീം MLA ആയി വന്നു, 7 ടീം പ്രവർത്തന രംഗത്ത് സജീവമായി നിന്നിട്ടുണ്ട്. അപ്പം മന്ത്രിസ്ഥാനത്ത് ഇപ്പം നിയമസഭാ കക്ഷി നേതാവായിട്ട് ഞങ്ങളുടെ MLA മാർ ജയിച്ചു എന്ന് പറഞ്ഞു. സാറിൻ്റെ പി ജോസഫ് സാറിൻ്റെ അധ്യക്ഷതയിൽ യോഗം ചേർന്ന് തീരുമാനിച്ചു. അങ്ങനെ ലീഡറായി വരാനുള്ള സാഹചര്യം ഉണ്ടായി. മന്ത്രിസ്ഥാനത്തേക്ക് വരാനും ജോസഫ് സാർ അനുമതി നൽകി. ഒരു മന്ത്രിയാണെങ്കിൽ എനിക്കാകാൻ കഴിയുന്ന വിധത്തിലുള്ള തീരുമാനം ഞങ്ങൾ ആദ്യം തന്നെ എടുത്തു. രണ്ടാമതൊരു മന്ത്രിസ്ഥാനം ലഭിച്ചാൽ, മന്ത്രിസ്ഥാനം അല്ലെങ്കിൽ മറ്റൊരു ഭരണസ്ഥാനം ലഭിച്ചാൽ എന്ത് ചെയ്യണം അതും തീരുമാനിച്ചു. അതെല്ലാം പാർട്ടി കൂട്ടായിട്ട് ആലോചിച്ചെടുത്ത തീരുമാനമാണ്. അപ്പോൾ പുതിയ തലമുറയും പുതിയ കാലഘട്ടത്തിൻ്റെ വക്താക്കളുമായി കേരള കോൺഗ്രസിനെ മുന്നോട്ട് കൊണ്ടുപോകാൻ ഞങ്ങൾക്ക് അവസരം തരുമ്പോഴും ഞങ്ങൾ ഈ വിജയത്തിൻ്റെ ഏറ്റവും വലിയ കേരള കോൺഗ്രസ് വിജയത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കണ്ണിയായി എടുത്തു കാണിക്കുന്നത് പി ജോസഫ് സാർ തന്നെയാണ്. കേരള കോൺഗ്രസിൻ്റെ ഇന്നത്തെ ശക്തിയും അതിൻ്റെ ആത്മാഭിമാനത്തോടെ മുന്നോട്ട് പോകാൻ കഴിയുന്നതും പി ജോസഫ് സാറിൻ്റെ ലീഡർഷിപ്പാണ്. അപ്പോൾ അതിന് വലിയൊരു സമ്പത്തായിട്ടാണ് ഞങ്ങൾ കരുതുന്നത്. ഞങ്ങളുടെ വഴികാട്ടിയായി ജോസഫ് സാർ പാർട്ടിയെ നയിക്കും. അദ്ദേഹത്തിൻ്റെ അനുയായികളായി ഞങ്ങൾ ഇപ്പം ഞാൻ ഈ ഭരണരംഗത്തേക്കൊന്നും ഞാൻ മന്ത്രിയെ എൻ്റെ താല്പര്യങ്ങളല്ലോ, ഞാൻ പാർട്ടിയുടെ ഭാഗമായിരുന്നുകൊണ്ട് പി ജോസഫ് സാർ അടക്കം പാർട്ടി പറയുന്നതും UDF പറയുന്നതുമായ കാര്യങ്ങൾ പരിപൂർണമായ അച്ചടക്കം പാലിച്ചുകൊണ്ട് അതിനുള്ളിൽ നടപ്പാക്കുക എന്നതാണ്. അപ്പോൾ അതിനു വേണ്ടിയിട്ടുള്ള ഒരു ശ്രദ്ധയും ശ്രമമായിരിക്കും ഉണ്ടാവുക. അതിൽ ഞങ്ങൾക്കെല്ലാം അനുഗ്രഹമായി പാർട്ടിയുടെ നേതാവ് പി ജോസഫ് സാർ തന്നെയാണ് ഒന്നാമത്തെ നായകൻ എന്ന് പറയുന്നതിന് സന്തോഷം. ഇതിലിപ്പോൾ താങ്കൾ ആദ്യം മന്ത്രിയായിരുന്നപ്പോൾ PW ആയിരുന്നു താങ്കളുടെ വകുപ്പ്, PWD ആയിരുന്നു താങ്കളുടെ വകുപ്പ്. ഇപ്പോൾ പക്ഷേ അതല്ല വകുപ്പ് അല്ലേ? വകുപ്പിൻ്റെ കാര്യത്തിൽ ജലവിഭവവും ജലഗതാഗതവും രജിസ്ട്രേഷനുമാണെന്ന് ഞാൻ മനസ്സിലാക്കുന്നത് അല്ലേ? അങ്ങനെയാണ് ഇപ്പോൾ പ്രപ്പോസൽ വെച്ചിരിക്കുന്നത്. ഫൈനലായിട്ട് വരുന്നത് മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിലാണ് തീരുമാനിക്കുന്നത്. എങ്കിലും പ്രപ്പോസൽ എങ്ങനെയാണ് ഞങ്ങൾ ആവശ്യപ്പെട്ടിരിക്കുന്നതും അത് തന്നെ. ഇപ്പോൾ പല വകുപ്പുകളും ആവശ്യപ്പെട്ടു, അതെല്ലാം വെച്ച് അവസാനം ഇങ്ങനെയാണ്. ഇതിപ്പോൾ കഴിഞ്ഞ തവണ കേരള കോൺഗ്രസ് നേതാവ് തന്നെയായിട്ടുള്ള റോഷി അഗസ്റ്റിനെ കൊണ്ടുപോയിരിക്കുന്ന വകുപ്പുകളാണ്. അപ്പോൾ അതിനകത്ത് സ്വാഭാവികമായിട്ടും അദ്ദേഹത്തിൻ്റെ ചെയ്ത കാര്യങ്ങൾ തുടരാനാണോ, അല്ലെങ്കിൽ നമുക്ക് നമ്മുടേതായിട്ടൊരു ഐഡിയ ഉണ്ടാവുമോ? എന്താണ് അതിൻ്റെ ഒരു അല്ല, അതിപ്പം ഞങ്ങൾ കഴിഞ്ഞ 5 വർഷക്കാലത്തെ ഭരണത്തിൻ്റെ ഭാഗമാണ്. അതിനു മുമ്പ് ശ്രീ കൃഷ്ണൻകുട്ടി മിനിസ്റ്ററായിരുന്നു, അദ്ദേഹമായിരുന്നു വകുപ്പ് കയറുന്നത്. പക്ഷെ ഞങ്ങൾ കാണുന്നത് കേരള കോൺഗ്രസ് പാർട്ടിയുടെ നേതൃത്വത്തിൽ പി ജോസഫ് സാർ ഈ വകുപ്പ് നന്നായി നേതൃത്വം കൊടുത്തതാണ്. ശ്രീ TM ജേക്കബ് കേരള കോൺഗ്രസ് നേതാവ് എന്ന നിലയിൽ ഈ വകുപ്പ് ഭംഗിയായിട്ട് കൊണ്ടുപോയിട്ടുള്ള ഒരാളാണ്. ഞാൻ ആദ്യം MLA ആയിട്ട് വരുമ്പം കേരളത്തിലെ രാഷ്ട്രീയ രംഗത്തെ അധികായനായ ബേബി ജോൺ സാറായിരുന്നു അന്നത്തെ 96 ജലവിഭവ വകുപ്പ് മന്ത്രി. അപ്പോൾ അദ്ദേഹത്തെ പോലെ അധികായകനായ രാഷ്ട്രീയ രംഗത്തെ പ്രഗത്ഭനായ ബേബി ജോൺ സാർ കൈകാര്യം ചെയ്തൊരു വകുപ്പാണ്. ബേബി ജോൺ സാർ അനാരോഗ്യത്തിലേക്ക് വന്നപ്പോഴാണ് VP രാമകൃഷ്ണനുള്ള വരുന്നത്, നയനാർ ഗവൺമെന്റിന്റെ കാലഘട്ടം. അപ്പോൾ ആ കാലഘട്ടത്തിൽ ബേബി ജോൺ സാറ് ഒക്കെ വളരെ കാഴ്ചപ്പാടോടെ മുന്നോട്ട് കൊണ്ടൊരു വകുപ്പാണ്. അപ്പം കേരളത്തിലെ ജലസമ്പത്തിന്റെ കാര്യത്തിൽ ഇന്നുണ്ടായിരിക്കുന്ന ഒരുപാട് പ്രതിസന്ധികളുണ്ട്. ഇന്ന് തീർച്ചയായിട്ടും വാട്ടർ അതോറിറ്റിയൊക്കെ വലിയ പ്രശ്നങ്ങളിലൂടെ കടന്നുപോയതായിട്ടാണ് കഴിഞ്ഞ നിയമസഭയിലൊക്കെ നമ്മൾ കാണുന്നത്. ജനങ്ങൾക്ക് ഒരുപാട് പരാതികളുണ്ട്. ഇങ്ങനെ നിൽക്കുന്ന തിരുവനന്തപുരത്തൊക്കെ വലിയ പ്രശ്നമാണെന്ന് എല്ലായിടത്തും പ്രശ്നങ്ങളാണ്. തിരുവനന്തപുരത്ത് പ്രശ്നം പരിഹരിക്കാനൊക്കെ ഇടപെടൽ ഉടനടി ഉണ്ടാവില്ലേ? അല്ല, തീർച്ചയായിട്ടും. ഞാൻ ആ വകുപ്പ് നമുക്ക് തന്നെ എന്ന് പറഞ്ഞ് ഉത്തരവിറങ്ങിയാൽ വകുപ്പുമായി ബന്ധപ്പെട്ട് സംസാരിക്കുന്നത് ശരിയാവുള്ളൂ. അപ്പോൾ അവനിപ്പോൾ അതിലേക്ക് കിടക്കാൻ കഴിയാത്തൊരു സാഹചര്യമുണ്ട്. വകുപ്പ് ഇങ്ങനെയെല്ലാം ഒരു ധാരണയാണ് ഞങ്ങൾ ഉണ്ടാക്കിയിരിക്കുന്നത്. അവന് മുഖ്യമന്ത്രി അത് ഔദ്യോഗികമായി അംഗീകരിച്ച് ഗവൺമെന്റ് ഉത്തരവ് പറയണമെന്ന്. അതിനുശേഷം ഞാൻ വകുപ്പിലേക്ക് കടന്ന് സംസാരിക്കുന്നു. അല്ല, ഒറ്റ കാര്യം പക്ഷേ അതിനകത്തുള്ളത് ഇപ്പം നമ്മുടെ നേരത്തെ പറഞ്ഞ കാലങ്ങളിൽ നിന്നൊക്കെ വ്യത്യസ്തമായിട്ട് 2 പ്രളയമൊക്കെ വന്നിട്ട് കേരളത്തിലെ ഈ ജല വിഭവം എന്നൊക്കെ പറയുന്നത് കുറെ കൂടെ കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള സ്ഥിതിയായി മാറിയിട്ടില്ലേ? അപ്പോൾ തീർച്ചയായിട്ടും കോംപ്ലിക്കേറ്റഡ് സ്ഥിതിയുണ്ട്. നമുക്ക് അതുകൊണ്ട് തന്നെ നിരവധി പ്രശ്നങ്ങളെ നമുക്ക് പരിഹരിക്കേണ്ടതും അഭിമുഖീകരിക്കേണ്ടതുമായിട്ടുള്ള സാഹചര്യമുണ്ട്. വ്യക്തമായ കുറേ പഠനങ്ങൾ ഈ രംഗത്ത് ആവശ്യമാണ്. അപ്പോൾ അതെല്ലാം നമുക്ക് ആ വകുപ്പുമായി ബന്ധപ്പെട്ട് ആലോചിക്കേണ്ടതുണ്ട്. പിന്നെ എനിക്കിതിനകത്തൊരു ആത്മവിശ്വാസമുള്ളത്, കേരളത്തിൽ ഏറ്റവും കൂടുതൽ റോഡ് തകർന്നു കിടന്ന സമയത്താണ് ഞാൻ PWD മന്ത്രിയായി വരാൻ ഒരു സാഹചര്യം ഉണ്ടായത്. പക്ഷെ നമുക്കൊരു കുറച്ച് 2 വർഷക്കാലം ലഭിച്ചപ്പം റോഡുകൾ മുഴുവൻ സഞ്ചാരയോഗ്യമാക്കുന്നതിലേക്ക് നമ്മൾ തിരിച്ചു കൊണ്ടുവന്നു. കേരളത്തിൽ മുടങ്ങിപ്പോയ എല്ലാ റോഡ് വികസന പദ്ധതി, തലസ്ഥാന നഗര വികസന പദ്ധതി, ബേക്കറി ജംഗ്ഷനിൽ 4 കാലയിൽ ഇങ്ങനെ നിൽക്കുന്നതായിരുന്നു നമ്മുടെ ഈ മേൽപ്പാലം. അത് നമ്മളിപ്പോൾ ട്രിവാൻഡ്രം സിറ്റി ഡെവലപ്മെൻറ്റ് പ്രോജക്റ്റ് മുടങ്ങിപ്പോയി.
ഇവിടെ ആരെങ്കിലും വന്ന് തലസ്ഥാനം നിലത്തിറങ്ങി നാണക്കേട് കൊണ്ട് നമുക്ക് തലപൊക്കാൻ മേലാത്ത ഒരവസ്ഥയെ കിടന്നിരുന്നൊരു കാലം. അതെല്ലാം മാറ്റി അന്തസ്സുറ്റ നിലയിലേക്ക് തലസ്ഥാന വികസനം പൂർത്തിയാക്കി. ബേക്കറി ജംഗ്ഷൻ ഫ്ലൈ ഓവർ, ട്രിവാൻഡ്രം ടു ചെങ്ങന്നൂർ MC റോഡിന്റെ വികസനം, KSTP പദ്ധതികൾ മുടങ്ങി തിരിച്ചു. ഞാൻ PWD അങ്ങനെയൊക്കെ ചെയ്ത് അപ്പം അതിലൂടെ ആ വകുപ്പിന് ഒരു പുതുജീവൻ കൊടുത്ത് നമ്മൾ നല്ല നിലയിൽ മുന്നോട്ട് വരാൻ അവസരം. എന്റെ പ്രതീക്ഷ ഇപ്പൊ തകർന്ന ഒരു ബുദ്ധിമുട്ടിലൂടെ പോകുന്ന ജലവിഭവ വകുപ്പ് തീർച്ചയായിട്ടും ജനങ്ങൾക്ക് ഉപകാരപ്രദമായ സ്റ്റേറ്റിന്റെ തൃപ്തികരമായ അന്തരീക്ഷത്തിലേക്ക് മാറ്റുന്ന നിലയിൽ ആ വകുപ്പാണ് ലഭിക്കുന്നതെങ്കിൽ അതിലേക്ക് കടക്കുക. ഒറ്റ കാര്യം കൂടെ, അത് ഗതാഗതം കൂടെ പറഞ്ഞുകൊണ്ടാണ്. ഇപ്പം മുഖ്യമന്ത്രി ആയിരുന്ന പിണറായി വിജയൻ അദ്ദേഹത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പദ്ധതിയായിട്ട് കണക്കാക്കിയിരുന്നതാണ് ഈ ജലഗതാഗതം, ഇൻലാൻഡ് നാവിഗേഷൻ. താങ്കളുടെ വകുപ്പിന് കീഴിലാണ്. അങ്ങനെയാണെങ്കിൽ താങ്കൾക്ക് അതാണ് ലഭിക്കുന്നതെങ്കിൽ വരിക. അത് സ്വാഭാവികമായിട്ടും നല്ല രീതിയിൽ മുന്നോട്ട് പോകാനല്ലേ നിങ്ങൾ ശ്രമിക്കുക? അല്ല, അത് മുഖ്യമന്ത്രിയുടെ കൂടി നേതൃത്വത്തിൽ പോകുന്ന ഒരു പ്രോജക്റ്റാണ്. അദ്ദേഹത്തിന്റെ കൂടെ വകുപ്പിനകത്തല്ലെന്ന് തോന്നുന്നു. അല്ല, അത് ഇൻലാൻഡ് നാവിഗേഷൻ സെപ്പറേറ്റ് വകുപ്പാണ്. മുഖ്യമന്ത്രി നേതൃത്വം കൊടുത്താണ്. നേരത്തെ വാട്ടർ റിസോഴ്സിന്റെ കീഴിലായിരുന്നു. പിന്നീട് അത് മുഖ്യമന്ത്രി നേതൃത്വം കൊടുത്താണ് പോയിക്കൊണ്ടിരുന്നത്. അപ്പൊ ഞങ്ങൾ ജലവിഭവ വകുപ്പാണെങ്കിൽ ഇൻലാൻഡ് നാവിഗേഷൻ കൂടി. ജലഗതാഗതവും താങ്കളുടെ അത് പക്ഷേ ഇത് അത് വാട്ടർ ട്രാൻസ്പോർട്ട് വേറെ ആയി. വാട്ടർ ട്രാൻസ്പോർട്ട് വേറെ, അത് ട്രാൻസ്പോർട്ട് മിനിസ്റ്ററുടെ കീഴിലായിരിക്കും. അങ്ങനെയായിരിക്കും. പക്ഷേ ഇൻലാൻഡ് നാവിഗേഷൻ കൂടെ ഞങ്ങൾ ചോദിച്ചിട്ടുണ്ട്. അത് തീർച്ചയായിട്ടും പരിഗണിക്കാം എന്ന നിലയിലാണ് മുഖ്യമന്ത്രി പറഞ്ഞിട്ടുള്ളത്. ഈ കേരള കോൺഗ്രസ് ഒരു വിഭാഗം അപ്പുറത്ത് മാറിയിരിക്കുകയാണ്. ഇപ്പോൾ അബു ജോസഫ് തന്നെ അദ്ദേഹത്തെ ക്ഷണിക്കുകയും മറ്റും ചെയ്തിരുന്നു. പക്ഷേ എന്താ പാർട്ടി ശരിക്കും വിചാരിക്കുന്നത് ജോസ് കെ മാണിയുടെ കാര്യത്തിൽ, അദ്ദേഹത്തിൻ്റെ പാർട്ടിയുടെ കാര്യത്തിൽ? അല്ല, ഇപ്പം നമുക്ക് അത്തരത്തിലുള്ള ഒരു രാഷ്ട്രീയ ചർച്ചയ്ക്ക് പ്രസക്തി ഇല്ലെന്നുള്ളതാണ് എൻ്റെ ഒരു നിലപാട്. കാരണം അവർ LDFിൽ നിൽക്കുകയാണ്. LDFിൽ നിൽക്കുന്നു, ഞങ്ങൾ UDFിൽ നിൽക്കുന്നു. UDF മന്ത്രിസഭ അധികാരത്തിൽ വരും. നമ്മൾ നിയമസഭാ ഇലക്ഷനിലേക്ക് പോകുന്നതിന് മുൻപും ലോക്കൽ ബോഡി ഇലക്ഷനിലേക്ക് പോകുന്നതിന് മുമ്പും കേരള കോൺഗ്രസ് ജോസ് കെ മാണിയുടെ പാർട്ടി UDF വരുന്നതിനെ കുറിച്ചുള്ള ചർച്ചകൾ വന്നിരുന്നു. അപ്പം ഞങ്ങളൊക്കെ അതിനെ അന്ന് എതിർത്തില്ല. അവർ അങ്ങനെ ഞങ്ങളോടുമൊക്കെ ഒരു ഒരു നിലപാട് പലരും ആവശ്യപ്പെട്ടിരുന്നു. ഏതായാലും പാർട്ടി ചെയർമാൻ ശ്രീ P. ജോസഫ് സാറും പറഞ്ഞു UDFിലേക്ക് കടന്നു വരാൻ ആഗ്രഹിക്കുന്നവർ വരട്ടെ, ഞങ്ങളൊരു തടസ്സമാകില്ല എന്ന് പറഞ്ഞു. ഒത്തിരി അർത്ഥപൂർണ്ണമാണ് ആ വാക്ക്. ഒരു തടസ്സം ഉണ്ടാക്കിയില്ല. പക്ഷെ ഒരു കാര്യം ഞങ്ങൾ പറഞ്ഞു, UDFിന് സ്വന്തം കാര്യം നിൽക്കാൻ ശക്തിയുണ്ട്. ആ ശക്തി ഓരോ ഉപതെരഞ്ഞെടുപ്പുകളിലും തെളിയിച്ചുകൊണ്ടിരിക്കുകയാണ്. പാർലമെന്റ് ഇലക്ഷൻ തെളിയിച്ചു. അപ്പോൾ ആരുടെയും പുറകെ നടന്ന് മുന്നണിയൊന്നും സഹായിക്കാവുന്ന മട്ടിപ്പോയി നാണക്കേടുണ്ടാക്കില്ല. വരാൻ ആഗ്രഹിക്കുന്നവരുണ്ടെങ്കിൽ അവർ നിലപാടെടുക്കട്ടെ, അവർ വരട്ടെ. അപ്പോൾ അവർ നിലപാടെടുത്തു. അവരെടുത്ത് ഞങ്ങൾ LDFിൽ തൃപ്തരാണ്, ഞങ്ങൾക്ക് വരേണ്ട കാര്യമില്ല, ഞങ്ങൾ വരുന്നില്ല, ഞങ്ങളെ ആരും ക്ഷണിക്കേണ്ട. അത് പറഞ്ഞാണ് ഇലക്ഷനിലേക്ക് പോകുന്നത്. ഇലക്ഷനിൽ കനത്ത പരാജയം ഏറ്റുവാങ്ങി. കേരള നിയമസഭയിൽ ആരും കടന്നു വരാൻ കഴിയാത്ത വിധത്തിൽ ആ പാർട്ടിക്ക് ഒരു പ്രതിസന്ധി ഇപ്പോൾ ഉണ്ടായിരിക്കുകയാണ്. അപ്പോൾ അത്രയും വലിയൊരു തകർച്ച നിൽക്കുന്നു. അവരതിന് കാര്യങ്ങളൊക്കെ പരിശോധിക്കുകയും ചർച്ച ചെയ്യുകയും ചെയ്യട്ടെ. ഞങ്ങളെ സംബന്ധിച്ച് ഞങ്ങൾക്ക് ഒരു ഉപകാരം ഇപ്പോൾ കിട്ടി. ഇവരെ വല്ല കാരണവശാലും ഇതിനു മുമ്പ് എടുത്തിരുന്നെങ്കിൽ ഇപ്പം കേരളത്തിലുണ്ടായ ഈ അഭിമാനകരമായ 102ന്റെ വിജയം ടീം UDFിന്റെ വിജയമാണ് എന്ന് ഞങ്ങൾ പറയുന്ന ഈ വിജയം മുഴുവൻ എല്ലാവരും വിചാരിച്ചാൽ ഇവർ വന്നുകൊണ്ട് കിട്ടിയതാണ്. ഈ നേട്ടം അടിച്ചുകൊണ്ട് അവർ പോയത്. ഞങ്ങളെല്ലാം വട്ടപൂജ്യം പോലെ ഇങ്ങനെ വഴിയാതിരിക്കുന്ന അവസ്ഥ ഉണ്ടായത്. ഞങ്ങൾക്കെന്ത്, ഞങ്ങളാരുമല്ല, അവർ വന്നിട്ട് ഇത് പൂരിക്കാര്യം തെളിഞ്ഞു. വരില്ലേലും കേരളത്തിൽ UDF ശക്തമായി മുന്നോട്ട് പോകും. ഇവർക്ക് വലിയ പ്രസക്തിയൊന്നുമില്ല. UDFിന്റെ ഒരു കെയർ ഓഫിൽ കിട്ടിയ മെച്ചവും ആനുകൂല്യവും അല്ലാതെ ബാക്കി കാര്യങ്ങളെല്ലാം പരിപൂർണമായും ഇത്രയൊക്കെ ഉള്ളൂ എന്ന് മനസ്സിലാക്കാവുന്ന. ഇനിയിപ്പോ 5 വർഷം എങ്കിലും പറയുന്നു ഇപ്പം ഞങ്ങൾ ഒരു ശത്രുപക്ഷത്തു നിന്ന് അവരെ കാണുന്നില്ല. ഇതെല്ലാം കേരള കോൺഗ്രസിന്റെ സഹോദരങ്ങളാണ്. മാണി സാറിന്റെ പൈതൃകവും അദ്ദേഹത്തിന് ഞങ്ങളെല്ലാം ബഹുമാനിക്കുന്ന നേതാവുമാണ്. അതുകൊണ്ട് ഇതൊന്നും അടഞ്ഞ അധ്യായമായി ഞാൻ കരുതുന്നില്ല. കേരള കോൺഗ്രസ് രാഷ്ട്രീയവും കേരള രാഷ്ട്രീയവും കണ്ടിട്ടുള്ള വെച്ചാണെങ്കിൽ ഇന്നലെ നാളെ പലതും സംഭവിക്കാം. പക്ഷേ ഇപ്പം അതിന് പ്രസക്തിയില്ല എന്നുള്ളതാണ് ഞാൻ. രാഷ്ട്രീയത്തിൽ എന്തും എപ്പോഴും എങ്ങനെയും സംഭവിക്കാമെന്നൊക്കെ ഉള്ളത് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. വളരെ ഇന്നലെ വരെ ഉണ്ടായിരുന്ന പോലെയല്ല കാര്യങ്ങൾ മാറി. ഇപ്പോൾ വ്യക്തിപരമായിട്ട് ചില വൈഷമ്യങ്ങളൊക്കെ അനുഭവിച്ചിട്ടുണ്ടല്ലോ സ്വാഭാവികമായിട്ടും രാഷ്ട്രീയ പ്രവർത്തനത്തിനിടെ. ഇപ്പോൾ അഭിമാനകരമായ തോതിലൊരു വിജയം ഉണ്ടായി, മന്ത്രിസ്ഥാനത്തേക്കൊക്കെ വരുമ്പോൾ ഉണ്ടാകുന്നൊരു സന്തോഷം എന്താ, ഏത് തരത്തിലാണ് വ്യക്തിപരമായിട്ട്? അല്ല, ഞാനൊരു വിദ്യാർത്ഥി യുവജന രാഷ്ട്രീയത്തിലൂടെ കടന്നു വന്ന ഒരു വ്യക്തി എന്ന നിലയിൽ തീർച്ചയായിട്ടും ഞാൻ ഇന്നലെ ഇപ്പം LDFിലും UDFിലും ഒക്കെയുള്ള പലരോടും ഈ ദിവസങ്ങളിൽ സംസാരിക്കാനിടയായി ഇങ്ങനെ കാര്യത്തേക്ക് വരുമ്പം. അപ്പോൾ എന്നോട് പലരും പങ്കുവച്ചൊരു കാര്യം, നമ്മളൊക്കെ സാധാരണ കുടുംബങ്ങളിൽ നിന്ന്, കർഷക കുടുംബങ്ങളിൽ നിന്ന്, ഇടത്തരം കുടുംബങ്ങളിൽ നിന്ന് നമ്മളെല്ലാം കടന്നു വന്നു. നമ്മളൊന്നും ഇങ്ങനെ എന്താണ് ഈ ഒരു നൂലിൽ കെട്ടി ഇറക്കിയ ആളുകളല്ലോ. കഷ്ടപ്പെട്ട് രാവിലെയും രാത്രിയിൽ പകലൊന്നും വ്യത്യാസമില്ലാതെ കഠിനാധ്വാനം ചെയ്ത് പോകുന്ന പ്രവർത്തകരാണ്. അപ്പോൾ കോട്ടയത്തേക്ക് 12 മണിക്ക് 1 മണിക്ക് പത്രം അടിച്ചിട്ട് അതുകൊണ്ട് മേടിച്ച് വായിച്ചിട്ട് വീട്ടിൽ പോകുന്ന രീതിയിൽ നമ്മൾ നിന്ന് ബസ്സിലേക്ക് ഇറങ്ങി വരുമ്പോൾ 12 പിന്നെ ബസ്സില്ല. പിന്നെ ഞങ്ങൾ ലോറിക്കും ജീപ്പിനും ഒക്കെ വീട്ടിലോട്ടൊക്കെ പോകണം.
അപ്പോൾ അങ്ങനെയൊക്കെ പോയി നമ്മുടെ മാതാപിതാക്കളുടെ എല്ലാ സഹായത്തോടെയും നാട്ടുകാരുടെ സ്നേഹത്തോടെയും ഒക്കെ നമ്മൾ മുന്നോട്ട് പോയപ്പം ഞങ്ങളെപ്പോലുള്ള സാധാരണക്കാർക്കും ഇതുപോലെ പ്രധാനപ്പെട്ട സ്ഥാനങ്ങളിലേക്ക് വരാൻ കഴിയുന്നു എന്ന് പറയുന്നത് ഒരുപാട് പേർക്ക് സന്തോഷമുള്ള കാര്യമാണ്. എൻ്റെ സന്തോഷത്തേക്കാൾ ഇങ്ങനെയുള്ള സ്ഥാനലബ്ധിയിൽ സന്തോഷിക്കുന്ന വലിയൊരു ജനവിഭാഗമുണ്ട്. പ്രത്യേകിച്ച് എൻ്റെ സുഹൃത്തുക്കളായിട്ടുള്ള ആളുകൾ, വിവിധ പാർട്ടികളിൽ നിൽക്കുന്ന ആളുകൾ, അവരെല്ലാം എന്നോട് പറഞ്ഞത് അഭിനന്ദനം എന്ന് പറയുന്നത് നമ്മുടെ കഷ്ടപ്പാടിന് ദൈവം റിസൾട്ട് തന്നു, ജനങ്ങളെ ബഹുമാനിച്ചു എന്ന രീതിയിൽ. അപ്പം ഞാൻ അതിൽ ആ ഒരു സന്തോഷത്തിലാണ് ഞാൻ നിൽക്കുന്നത്. അമിതമായ ഒരു സന്തോഷവും എനിക്കില്ല. കാരണം ഇത് കേരള കോൺഗ്രസ് പാർട്ടിയും എൻ്റെ സഹപ്രവർത്തകരും എല്ലാം എനിക്ക് തന്ന ഒരു അവസരം, പിന്നെ പാർട്ടി നേതാവ് പി ജോസഫ് സാർ തന്ന സുപ്രധാനമായ ഒരു പരിഗണന, ഇതെല്ലാം കൂടെ ചേർത്ത് വെച്ച് ആലോചിക്കുമ്പോൾ തീർച്ചയായിട്ടും ഞാൻ എല്ലാവരോടും എൻ്റെ കടപ്പാട് രേഖപ്പെടുത്തുന്നു എന്നല്ലാതെ അമിതമായ ഒരു സന്തോഷത്തിനും ഒരു ആഹ്ലാദത്തിനും ഒരിക്കലും ഞാൻ തയ്യാറാകുന്നില്ല. വളരെയധികം നന്ദി, സന്തോഷം. നല്ല നിലക്ക് വകുപ്പ് മുന്നോട്ട് പോകട്ടെ. താങ്ക് യു. ഇങ്ങനെ ഒരു ഇന്റർവ്യൂവിന് വേണ്ടി ഈ സത്യപ്രജ്ഞ ദിവസം തന്നെ വന്ന് ഒരു അവസരം ഉണ്ടാക്കി ഞാൻ പ്രത്യേകം നന്ദി പറയുന്നു. അതൊന്നും നന്ദിയോടെ ഓർക്കും.